നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ഇന്ന് നിങ്ങളോടൊരു ചോദ്യമാണ് കേട്ടോ. അഡീനിയത്തിൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ആ മെസ്സേജിൽ ചോദിക്കുന്ന ചോദ്യം, ഈ പോട്ടിംഗ് മിക്സിൽ സാഫ് നല്ലോണം ഇടണോ ചോദിക്കും. സാഫ് എന്നല്ല, ഫംഗൽ ഇൻഫെക്ഷൻ്റെ സാഫ്, മാംഗോസെബ്, കുറേ മരുന്നുകൾ, ബാവിസ്റ്റിൻ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ജൈവവളം, അതായത് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ട് ഈ രാസപരമായ സാധനങ്ങളൊക്കെ കൂടുതൽ ചേർത്താൽ ആ മണ്ണിലുള്ള നല്ല അണുക്കൾ നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾ സാഫ് അത്രയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ മുക്കി വെക്കുന്ന സമയത്ത്, അതായത് റീപോർട്ട് ചെയ്യുന്ന സമയത്ത്, ഓൺലൈനിൽ വാങ്ങിയ ചെടിയാണെങ്കിൽ അത് ഒരു ബക്കറ്റിൽ ഒരു അര സ്പൂണിട്ട് സാഫ് കലക്കിയിട്ട് അതിൽ വേണമെങ്കിൽ ഒരു കീടനാശിനി ഏതെങ്കിലും മിക്സ് ചെയ്ത് അതിലൊന്ന് മുക്കി കുറച്ച് നേരം വെച്ചതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചതിൻ്റെ ശേഷം കുഴിച്ചിട്ടുള്ളൂ. കുഴിച്ചിടുമ്പോൾ നിങ്ങൾ പോട്ടിംഗ് മിക്സിൽ മണ്ണ്, മണൽ, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി ആണെങ്കിൽ പൗഡറാക്കി ഇതൊക്കെയാണ് നടുക. അതിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത്, ഈ സാഫൊക്കെ മുക്കി വെച്ച് റീപോർട്ട് ചെയ്തതിൻ്റെ ശേഷം ഈ ബാക്കിയുള്ള സാഫിൻ്റെ വെള്ളം അല്ലെങ്കിൽ കീടനാശിനി കലക്കിയ വെള്ളമൊക്കെ കൂടി ചട്ടിയിൽ ഒഴിക്കും. അപ്പോൾ ആ ജൈവവളത്തിൻ്റെ ഗുണം മുഴുവൻ പോവാണ്. പ്രത്യേകിച്ച് വാമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നശിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ അതൊന്നും ചെയ്യണ്ട, കീടങ്ങൾ വരുമ്പോൾ ചെയ്താൽ മതി ഈ കീടനാശിനികൾ. പിന്നെ അതൊന്ന്, ഈ കലക്കിയ വെള്ളമൊക്കെ കൂടിയതിൽ ഒഴിച്ച് കലക്കുന്നത് ഈ ഇടുന്ന വളത്തിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വളമൊന്നും ഇടാതെ മണ്ണും മണലും ഇതൊക്കെ ഇട്ടിട്ട് ഈ ഒഴിച്ചിട്ട് ഈ സാഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കെമിക്കൽ ഒഴിച്ചോളൂ. അല്ല, നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതിയിട്ട്. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അതിന് ഗുണം വേണ്ട. ഈ ജൈവ സാധനങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറേ കീടനാശിനി വിഭാഗത്തിൽപ്പെട്ട കുറേ സാധനങ്ങൾ ഒഴിക്കാറുള്ളത് തെറ്റാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, പല വീഡിയോയിലും കാണുന്നത്, പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം, ഞാൻ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളൊന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ അറിവുകൾ അല്ലെങ്കിൽ എൻ്റെ ചെയ്യുന്ന രീതികൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ളത് 18 ഫാക്ടം ബോസ് ഇങ്ങനത്തെ രാസവളങ്ങൾ റീപോർട്ട് ചെയ്യുമ്പോൾ ചേർക്കാൻ പാടുമെന്ന്. അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനൊരു ഉത്തരം പറയുന്നുണ്ട്. അത് റിപ്പോർട്ട് 2 രീതിയിലുണ്ട്. മണ്ണ് കളയാതെ മണ്ണിൻ്റെ ഉണ്ടോട് ഈ കവർ മാത്രം പൊട്ടിച്ച് ഈ മണ്ണോട് കൂടി അടുത്ത പോട്ടിലേക്ക് വെക്കുക. എന്നിട്ട് സൈഡ് മാത്രം നിങ്ങൾ വളം നിറയ്ക്കുക. ആ സമയത്ത് ചെറിയ തോതിൽ ഒരു അര സ്പൂണ്, അല്ലെങ്കിൽ വലിയ ചട്ടിയാണെങ്കിൽ 1 സ്പൂൺ വരെ രാസവളങ്ങൾ ആ റീപോർട്ട് ചെയ്യാൻ എടുക്കുന്ന മീഡിയത്തിൽ ചേർക്കണോണ്ട് തെറ്റില്ല. കാരണം ഈ ചെടിയുടെ വേരുപടലങ്ങൾ ഈ മണ്ണിലാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അത് പൊട്ടുന്നില്ല. അതേപോലെ ഈ ചെടിയുടെ വേരുപടലങ്ങളൊന്നും ഇളകുന്നില്ല. ഈ മണ്ണോട് കൂടി റീപോർട്ട് ചെയ്യുക. അപ്പോൾ അരികിലുള്ള രാസവളത്തിലേക്ക് നാളെയോ മറ്റന്നാളോ സാവധാനം എപ്പോഴെങ്കിലും അതിൻ്റെ വേരുപടലങ്ങൾ എത്തുക. അപ്പോൾ ചെടിക്ക് കേടില്ല. എന്നാൽ പറിച്ചെടുത്തൊരു ചെടി റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രാസവളങ്ങൾ സ്പൂണ് കണക്കിന് ചേർത്താൽ ആ രാസവളങ്ങൾ ഈ ചെടിയുടെ വേരിൻ്റെ അടുത്തേക്ക്, കോഡക്സിലേക്ക് അറ്റാച്ച് ആവും. വളരെ പെട്ടെന്ന് വരും. അത് വളരെ വേഗത്തിൽ രാസവളങ്ങൾ വലിച്ചെടുക്കുന്നത് കോഡക്സിനും വേരിനും കേടുണ്ടാക്കും. കാരണം രാസവളങ്ങൾ ചൂട് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ റിസൾട്ടിന് ചിലപ്പോൾ നെഗറ്റീവ് ആവും. അതുകൊണ്ട് ഓപ്പണായിട്ട്, ബെയർ റൂട്ടായിട്ട് പറിച്ചെടുത്ത് റീപോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും രാസവളങ്ങൾ ഈ പോട്ടിംഗ് മിക്സിൽ ചേർക്കരുത്. നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. ഇനി അങ്ങനെ ചേർക്കുന്ന ആളുകളാണെങ്കിൽ മണ്ണോടുകൂടി റീപോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിനെ പറ്റി അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ അഭിപ്രായം, ഈ റീപോർട്ടിംഗ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ അറിവുകൾ വേണമെന്നുള്ള ആളുകൾ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 4:30 ശേഷം വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.